മേത്തല സർവീസ് സഹകരണ ബാങ്കിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. ബാങ്ക് ഡയറക്ടർ പി രഘുനാഥിന്റെ അധ്യക്ഷതയിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP രമേശൻ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് ലഭിക്കുന്നത് 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഭരണഘടന അതുവരെ നമുക്ക് ഇന്ത്യയിൽ ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. ഭരണഘടനയോടുകൂടിയുള്ള ഭരണവാഴ്ച നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് നമ്മൾ റിപ്പബ്ലിക്കുകൾ എന്ന് വിളിക്കുന്നത്. ഭരണഘടനയോടുകൂടിയുള്ള ഭരണവാഴ്ച നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക്കുകൾ എന്ന് വിളിക്കുന്നത്. അതനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-ാം തീയതിയാണ്. അതാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഡോക്ടർ ഭീമാറാവ് അംബേദ്കറാണ് നമ്മുടെ ഭരണഘടന ശില്പി. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിതമായ ഭരണഘടന ഇന്ത്യയിലാണ്. ലിഖിതമായ ഭരണഘടന നമ്മുടെ അത് അന്നത്തെ ഭരണഘടനാ നിർമ്മാതാക്കൾ ലോകത്തിൻ്റെ അന്നത്തെ വിവിധ രാഷ്ട്രങ്ങളിൽ നിലനിന്നിരുന്ന ഭരണഘടനകളിൽ നിന്ന് ഉൾക്കൊണ്ടും സാരാംശീകരിച്ചും നിരാകരിച്ചുമാണ് ഭരണഘടന അവർ തയ്യാറാക്കിയത്. ഫ്രാൻസിൽ നിന്ന് സമത്വവും, അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് സ്വാതന്ത്ര്യവും, അതുപോലെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളും നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ തുല്യത, നീതി, ജനാധിപത്യം, മതേതരത്വം ഇതെല്ലാം നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ്. ജനുവരി 26-ാം തീയതി തന്നെ ഈ പറഞ്ഞ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ ഒരു ചരിത്രം കൂടിയുണ്ട്. 1930 ബോംബെയിൽ ചേർന്ന ഇന്നത്തെ മുംബൈയും അന്നത്തെ ബോംബെയിൽ ചേർന്ന AICCയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്നും അതുകൂടാതെ പൂർണ്ണ സ്വരാജ്, അതായത് ഡിക്ലറേഷൻ. സെക്രട്ടറി MN ചിത്രകുമാരി, അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷെമി, മാനേജർ PK രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ആനാപ്പുഴ ബ്രാഞ്ചിൽ ഡയറക്ടർ MS വിനയകുമാറിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് PA ജോൺസൺ പതാക ഉയർത്തി. മാനേജർ സന്ധ്യ K സ്വാഗതവും സീനിയർ ക്ലർക്ക് പ്രസാദ് നന്ദിയും പറഞ്ഞു. മേത്തലപ്പാടം ബ്രാഞ്ചിൽ മാനേജർ മഹേഷിന്റെ അധ്യക്ഷതയിൽ ഡയറക്ടർ PN രാജീവൻ പതാക ഉയർത്തി. സീനിയർ ക്ലർക്ക് ലാലൻ സ്വാഗതം പറഞ്ഞു. കണ്ടംകുളം ബ്രാഞ്ചിൽ രാജേഷ് വളർക്കോടിയുടെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് മൻസൂർ അലി പതാക ഉയർത്തി. ജൂനിയർ ക്ലർക്ക് സുഹൃദം സ്വാഗതവും നിതിൻ നന്ദിയും പറഞ്ഞു.